അങ്ങനെ ഇരുന്നപ്പോൾ ആതിരപ്പള്ളി ഒരു പോയാലോ എന്ന് തോന്നി. നേരെ റെഡിയായി താഴെ എത്തിയപ്പോഴാണ് ബെൻസും BMW സർവീസിന് കൊടുത്ത കാര്യം ഓർത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ പ്ലാറ്റിന് എടുത്തങ്ങ് വിട്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുൻപും അത് കഴിഞ്ഞുമൊക്കെ ട്രാഫിക് കുറവായിരുന്നുവെങ്കിലും അങ്കമാലി എത്തിയാൽ ബ്ലോക്ക് അത് നിർബന്ധ. അങ്ങനെ വീണ്ടും വണ്ടി മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആതിരപ്പള്ളി 28 കിലോമീറ്റർ എന്ന ബോർഡ് കണ്ടു. അപ്പോഴേക്കും സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കൊന്നും കഴിക്കാഞ്ഞത് കൊണ്ട് തന്നെ നല്ല വിശപ്പ്. നേരെ ഒരു കടയിൽ കയറി ഒരു കപ്പയും ബോട്ടിയും കഴിച്ചു. എന്നിട്ട് നേരെ നമ്മുടെ ഏഴാറ്റുമുഖം ആതിരപ്പള്ളി റൂട്ടിൽ കയറി. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കിടില റോഡാണ്. നൈസായിട്ട് അങ്ങ് ഡ്രൈവ് ചെയ്തു പോകാം. അങ്ങനെ വീണ്ടും കുറെ വണ്ടി ഓടി. അപ്പോഴാണ് ഒരു വെറൈറ്റി സ്റ്റാർ കാണുന്നത്. ഫുൾ ചകിരിയുടെ കയറിൽ സെറ്റ് ആക്കിയിരിക്കുന്നു. അതും കണ്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്തു. പിന്നെ ഒരു കാര്യം, ഈ റൂട്ടിലുള്ള സ്ഥലപ്പേരുകളൊക്കെ വെറൈറ്റിയാണ്. ദാ ഈ പേര് കണ്ടില്ലേ, ബ്ലാച്ചിപ്പാറ. ഇത്തരം ഒരുപാട് പേരുകൾ ഇതേ റൂട്ടിൽ കാണാം. അങ്ങനെ വണ്ടി പിന്നെ മുന്നോട്ട് പോയി. ഏഴാറ്റുമുഖം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓയിൽ പാം എസ്റ്റേറ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട്. വണ്ടി നമ്പർ എഴുതി നമ്മൾ സൈൻ ചെയ്യണം. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി എടുത്തു. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തമിഴ്നാട്, കർണാടക വണ്ടികൾ ഈ വഴി വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ച പാം ട്രീകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയായി കുരങ്ങന്മാരെയും കാണാം. ഇവിടേക്ക് എത്തുമ്പോൾ റോഡ് വളരെ മോശമാകും. നമ്മൾ നേരത്തെ കണ്ടത് PWD റോഡാണ്, ഇത് അതല്ല. ഇവിടെ ഇടയ്ക്കൊക്കെ ആന ഇറങ്ങാറുള്ള സ്ഥലമാണ്. ഒരിക്കൽ വന്നപ്പോൾ കാണാനും പറ്റിയിട്ടുണ്ട്. ദാ ഈ പാലത്തിൽ നിന്നും കിടു വ്യൂ ആണ്. പക്ഷേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്, പെറ്റി കിട്ടും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സിൽവർ സ്ട്രോം കാണാം, ഒരിക്കൽ വരണം. പിന്നെയും കുറെ മുന്നോട്ട് പോയപ്പോൾ ദാ കാണുന്നു ഹോട്ട് എയർ ബലൂൺ. അതിന്റെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ചാനൽ കയറി നോക്കാം. അങ്ങനെ കുറച്ചു നേരം അത് നോക്കി നിന്ന് വീണ്ടും നമ്മൾ വണ്ടി എടുത്തു. അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ വ്യൂവിലെത്തിയപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. കുറെ നേരം അത് നോക്കി നിന്നിട്ട് തിരിച്ചു പോന്നു.